ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ചൂസ് ലിറ്റിൽ വേൾഡ്. നമ്മൾ ഇന്ന് പോകുന്നത് പൊന്നാനിയിലെ കർമ്മ റോഡിലെ നിളയോര പാതയിലേക്കാണ്. ഈവനിങ് ആകുമ്പോൾ അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്. നല്ല തണുത്ത കുളിർക്കാറ്റ് നമുക്ക് കിട്ടാറുണ്ട്. മാത്രവുമല്ല, ഇന്നൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. കർമ്മ റോഡിൽ ഇപ്പോൾ എക്സ്പോ നടക്കുകയാണ്. ഏപ്രിൽ 7 മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ അച്ഛനും റിച്ചുമുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ചമ്രവട്ടം പാലത്തിനടുത്തുള്ള വ്യൂസാണ്. നൈറ്റ് ഡ്രൈവ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ലൈറ്റ്സ് ഒക്കെ എല്ലായിടത്തും തെളിഞ്ഞ് കാണും. അപ്പോൾ ലൈറ്റ്സും മറ്റു വ്യൂസും കണ്ടു പോകാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ഒരു കാഴ്ചയാണ് ചമ്രവട്ടം പാലത്തിന് അരികിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചമ്രവട്ടം പാലം കഴിഞ്ഞാൽ നരിപ്പറമ്പ് എത്തി. നരിപ്പറമ്പ് ഒരു മാർക്കറ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നാൽ എല്ലാവിധ ഐറ്റംസും കിട്ടുന്നതായിരിക്കും. കർമ്മ റോഡിലെ നിളയോര പാതയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. കർമ്മ റോഡിലേക്ക് കയറിയാൽ പിന്നെ അതിവിശാലമായ പുഴ നീണ്ടു നിവർന്ന് കിടക്കും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഒരുപാട് പേര് ഇവിടെ ഈവനിങ് ആകുമ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും കച്ചവടക്കാർ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ എക്സ്പോ നടക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും. എക്സ്പോ നടക്കുന്നത് കൊണ്ട് തന്നെ കർമ്മ റോഡിൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്നുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ എക്സ്പോ നടക്കുന്ന ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എക്സ്പോയുടെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇങ്ങനെ ഒരു വ്യൂസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറേ ആളുകൾ എക്സ്പോ നടക്കുന്നതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. യന്ത്രഊഞ്ഞാൽ അത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളപ്പോൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറാൻ പോവുകയാണ്. കയറിയപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ടിക്കറ്റ് ആണെങ്കിൽ അങ്ങേ തലക്കലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറേ ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. കുറേ ആളുകൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അകത്തേക്കുള്ള എൻട്രി വന്നിരുന്നത്. ഫ്രണ്ട് ഏരിയ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വന്നിരുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ പലതരം ഫിഷുകളുടെ അക്വേറിയങ്ങളായിരുന്നു കണ്ടിരുന്നത്. ഓരോ അക്വേറിയത്തിലെ മീനുകളെയും കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നു. അതിനിടയ്ക്ക് അക്വേറിയത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ റിച്ചു പറഞ്ഞു. അപ്പോൾ റിച്ചുവിൻ്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നു. എല്ലാ അക്വേറിയത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ റിച്ചുവിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. ഈ ഒരു ഫിഷിനെ കണ്ടപ്പോൾ ഇതുപോലത്തെ കുറേ ഫിഷിനെ വാങ്ങിയിട്ട് നമുക്ക് അക്വേറിയം ഉണ്ടാക്കാം അമ്മ എന്ന് റിച്ചു പറഞ്ഞു. അവന് കുഞ്ഞു മീനുകൾ ഒരുപാട് ഇഷ്ടമായി. അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തു. ഒരുപാട് വെറൈറ്റി ഫിഷസ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. എല്ലാം തന്നെ വളരെ മനോഹരമായ ഫിഷുകളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാത്തിനെയും കാണാനായിട്ട്. ഫിഷിൻ്റെ ഭാഗം കഴിഞ്ഞപ്പോൾ പിന്നീട് വന്നത് ആനിമൽസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ആനിമൽസ് കൂടാതെ ബേർഡ്സ് ഉണ്ടായിരുന്നു. ആനിമൽസിൻ്റെ ബേർഡ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അക്വേറിയം ഉണ്ടായിരുന്നു. ആ ഒരു സെക്ഷനിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ക്യൂ നിന്ന് സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആനിമൽസിനെയും ബേർഡ്സിനെയും ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫിഷിനെയും നല്ലപോലെ കാണാൻ കഴിഞ്ഞു. ക്യൂ നിന്ന് നീങ്ങുമ്പോൾ പഞ്ചവർണ്ണ തത്തയുടെ കൂടിനടുത്തെത്തി. അപ്പോൾ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് അത് കുറച്ച് മാറി നിന്നതായിരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടിന് മുകളിലേക്ക് കയറി നിന്നു. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞു. അതിനുശേഷം പലതരം പ്രാവുകൾ, കോഴികൾ, ലവ് ബേർഡ്സ് അങ്ങനെ പലതരം ബേർഡ്സിനെ കാണാൻ കഴിഞ്ഞു. അതിനുശേഷം സുഖസുന്ദരമായി ഉറങ്ങുന്ന ഒരു മലയണ്ണാനെ ഞങ്ങൾ കണ്ടു. പല ടൈപ്പിലുള്ള കോഴികളും പല ടൈപ്പിലുള്ള പ്രാവുകളും അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ലവ് ബേർഡ്സിനെയും അവിടെ കണ്ടിരുന്നു. കൂടാതെ പാരറ്റും ഉണ്ടായിരുന്നു. വെറൈറ്റി കാറ്റ്സിനെയും കണ്ടു. അതിനുശേഷം വലിയൊരു ഓന്തിനെ കണ്ടു. അതിനുശേഷം ഇങ്ങനെ ഒരു സെക്ഷനാണ് വന്നിരുന്നത്. പലതരം ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ മക്കൾക്ക് വളരെയധികം ഇഷ്ടമുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പെന്ന്, പെൻസില്, മാജിക് ബുക്സ്, ടോയ്സ് അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾ കളിക്കുന്ന ബബിൾ ഷൂട്ടർ, ടോയ്സ്, ക്രാബ്സ്, മാലകൾ, വളകൾ അങ്ങനെ പലതരം ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു ഫാൻസി ഷോപ്പ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഹാൻഡ് ബാഗുകളുടെ ഒരു സെക്ഷൻ കണ്ടു. വളരെ ഭംഗിയുള്ള വെറൈറ്റി ബാഗുകൾ തന്നെ അവിടെ കണ്ടിരുന്നു. ബാഗ് കൂടാതെ മാറ്റ്സ് ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പലതരം മിഠായികൾ നിരത്തി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. കയറി വരുമ്പോൾ തന്നെ റിച്ചുവിൻ്റെ കണ്ണിൽ പെട്ടിരുന്ന ഒരു സാധനമായിരുന്നു ഓർബീസ്. അവനത് വേണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവനെ പിണങ്ങി നടക്കുകയായിരുന്നു. അതുകൊണ്ട് മിഠായിസുകളൊന്നും തന്നെ വേണ്ടാന്ന് അവൻ പറഞ്ഞു. അതിനുശേഷം ഒരുപാട് വിത്തുകളുടെ സെക്ഷൻ കണ്ടു. അതിനുശേഷം വെജിറ്റബിൾസിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സ് നമ്മൾ കണ്ടു. അതിനുശേഷം ഒരുപാട് ഇയറിങ്സിൻ്റെ ഒരു ഷോപ്പാണ് കണ്ടത്. പലതരം ഇയറിങ്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അതിനുശേഷം ഇങ്ങനെ ഒരു ഏരിയ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് റിച്ചു അവിടെ പോയി നിന്നു. ഇങ്ങനെയായിരുന്നു ഇയറിങ്സിൻ്റെ സെക്ഷൻസ് വന്നിരുന്നത്. പലതരം വെറൈറ്റി കളക്ഷൻസ് അവിടെ കാണാൻ കഴിഞ്ഞു.
അതിനുശേഷം ഞങ്ങൾ കണ്ട പോപ്കോണിൻ്റെയും കോട്ടൺ ക്യാൻഡിയുടെയും ഒരു ഷോപ്പാണ്. റിച്ചുവിന് കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊടുത്തു. അത് വാങ്ങി തിരിഞ്ഞപ്പോൾ ഡ്രസ് കളക്ഷൻ്റെ ഒരു സെക്ഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ചെരുപ്പിൻ്റെ ഒരു സെക്ഷനാണ്. ഒരു ഭാഗത്ത് 250ൻ്റെയും ഒരു ഭാഗത്ത് 200ൻ്റെയും റേറ്റ് വരുന്ന ചെരുപ്പുകളാണ് ഡിസ്പ്ലേയിൽ വെച്ചിരുന്നത്. കുറേ ആളുകൾ ചെരുപ്പുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, വാങ്ങിക്കുന്നുണ്ടായിരുന്നു. എല്ലാം തന്നെ വളരെ ഭംഗിയുള്ള ചെരുപ്പുകളായിരുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത് വിശാലമായൊരു ഗ്രൗണ്ടിലേക്കാണ്. അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളതെല്ലാം ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്പൈസി സ്വീറ്റ് കോൺ വാങ്ങിച്ചു. സ്വീറ്റ് കോൺ കൊടുത്തപ്പോൾ എനിക്ക് പിടിക്കാൻ കഴിയുന്നില്ല. അമ്മ കോട്ടൺ ക്യാൻഡി പിടിക്കും, ഞാനിത് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കോട്ടൺ ക്യാൻഡി വെച്ച് തരികയാണ്. അതിനുശേഷം പൊട്ടറ്റോയുടെ ഒരു സാധനം വാങ്ങിച്ചു. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പൊട്ടറ്റോ കുക്ക് ചെയ്യാൻ സമയം എടുത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് കുറച്ച് വീഡിയോ ഞാൻ കവർ ചെയ്തു. ഫൈനലി സാധനം നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. പൊട്ടാറ്റോ ചൂടാണ്, അതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ല എന്നിട്ട് പിറകോട്ട് മാറി നിന്ന ആൾ. എൻ്റെ കുഞ്ഞിന് എല്ലാത്തിനും പേടിയായത് കൊണ്ട് തന്നെ ഒറ്റ റൈഡിൽ അവൻ കയറിയിട്ടില്ല. എല്ലാം അവിടെ നിന്ന് നോക്കി കാണുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം അവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു. അവൻ്റെ ഫേവറേറ്റ് സ്ട്രോബെറിയാണ്, അതുകൊണ്ട് സ്ട്രോബെറിയാണ് വാങ്ങിച്ചത്. ആ കാണുന്നതാണ് മരണക്കിണർ. അപ്പോൾ അത് നോക്കിയിട്ട് കുറേ നേരം അവിടെ നിന്നു. കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാണാൻ കയറിയില്ല. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.